الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين علماء كرام മെഹ്മാനാനെ ഖുസൂസി और പ്രിയമുള്ള സഹോദരങ്ങളെ, അരീക്കോട് മജ്മഅ അൽ ജാമിഅത്തു സിദ്ദീഖിയ കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്ത് ഒരു വഴിത്തിരിവായി മാറിയത് ഈ സ്ഥാപനത്തിലൂടെയാണ്. വിദ്യാഭ്യാസ രംഗം കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കുകയും കരിക്കുലവും പഠന സിസ്റ്റവുമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇന്ന് അതിൽ നിന്ന് ഏറെ വീണ്ടും മാറിയിട്ടുണ്ട്, മാറേണ്ടതുമുണ്ട്. മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്ന് നാം വിളിക്കുന്ന, ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന ദർസിലെ കിതാബോത്തും സ്കൂളിലെ ഭൗതിക പഠനവും ഒന്നിച്ച് ഒരേ ക്ലാസ് മുറിയിൽ എന്നതാണ്. യഥാർത്ഥത്തിൽ പഴയകാല ഇസ്ലാമിക ചരിത്രത്തിൽ ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ഇടക്കാലത്ത് ഇല്ലാതായി പോയതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഈ മജ്മഅന്റെ പ്രവർത്തനത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്രസയിൽ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച ആ അഹ്ലുസ് സുഫയുടെ മദ്രസയിൽ എല്ലാ വിദ്യാഭ്യാസവും നബി തങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശവും തിരുസുന്നത്തിൽ നാം കാണുന്ന പ്രചോദനങ്ങളുമെല്ലാം കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും മനഃശുദ്ധീകരണത്തിനാവശ്യമായ, സ്വഭാവ സംസ്കരണത്തിനാവശ്യമായ ശാസ്ത്രങ്ങൾ, ചരിത്രങ്ങൾ, അതേപ്രകാരം ഭൗതിക പഠനങ്ങൾ, ബയോളജിയും സുവോളജിയും ആസ്ട്രോണമിയും എല്ലാം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ബയോളജി നിർബന്ധമായും പഠിക്കണം, മൃഗങ്ങളെക്കുറിച്ച് പഠിക്കണം, ജീവശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആസ്ട്രോണമി പഠിക്കണം. വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ജിയോഗ്രഫി പഠിക്കണം, ഫോറസ്റ്റ് സയൻസ് പഠിക്കണം, ബൊട്ടാനി പഠിക്കണം. ഇങ്ങനെ എല്ലാം പഠിക്കാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ലോകത്ത് വന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ഭരണാധികാരികളുടെ കാലത്തെല്ലാം തന്നെ വലിയ വലിയ ശാസ്ത്ര പഠനങ്ങൾക്കുള്ള വലിയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ബാഗ്ദാദിലും ഈജിപ്തിലും അതുപോലെ പിന്നീട് ഇസ്ലാമിക പഠനം വളരെ ശക്തമായി വ്യാപിച്ച റഷ്യൻ രാജ്യങ്ങളിലും എല്ലാം ഭൗതിക പഠനമുണ്ടായിരുന്നു. ഭാഷാ പഠനവും സമീപകാലം വരെ ദർസുകളിലെല്ലാം ഭാഷാ പഠനമുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും നമ്മൾ അറബി ഭാഷാ പഠനത്തിന്റെ തുടക്കം പഠിക്കുന്ന മീസാനിൽ തന്നെ പേർഷ്യൻ ലാംഗ്വേജിൽ പേർഷ്യൻ ലഫ്ളുകൾ ഉപയോഗിച്ചത് കാണാം. ഇന്ത്യയിലെ മതപാഠശാലകളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ വഴിയുള്ള ആ ബാഗ്ദാദി സിലബസിലെല്ലാം തന്നെ പേർഷ്യൻ ഭാഷ, ഫാരിസി ഭാഷ പഠിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നും ദർസുകളിൽ ഓതി പഠിക്കുന്ന കിതാബുകളിൽ പലയിടത്തും ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അർത്ഥം എഴുതി കൊടുത്തത്, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ എഴുതിയത്, അതിന്റെ മാർജിനിൽ വിശദീകരണം എഴുതി കൊടുത്തതെല്ലാം പേർഷ്യൻ ലാംഗ്വേജിലാണ്. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു വ്യാപാര ഭാഷ കൂടിയായിരുന്നു പേർഷ്യൻ ലാംഗ്വേജ്. അതിനു പകരം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ആദ്യമായി പഠനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ കോളേജിന്റെ തുടക്കത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇന്ന് ചൈനീസ് ഭാഷയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ചൈനീസ് ഭാഷ പഠിക്കുന്ന ദഅവ കോളേജുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സംസാരിക്കുന്ന സ്പാനിഷ് ഭാഷയുണ്ട്. അതിനേക്കാളേറെ ഇന്ന് ദാഴികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നിട്ടുള്ള ഒന്നാണ് റഷ്യൻ ഭാഷ. റഷ്യയിലെ ഒരു പ്രതിനിധി സംഘം ഈ അടുത്ത് കേരളം സന്ദർശിച്ചിരുന്നു. ചെച്നിയയിലെ ഗ്രാൻഡ് മുഫ്തിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും.
ചുരുങ്ങിയ സമയം അവർ സന്ദർശിച്ച് തിരിച്ചുപോയി. ഇനിയും വീണ്ടും കേരളത്തിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. അന്നവർ മർക്കസുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ പ്രത്യേകമായി ആവശ്യപ്പെട്ടത് ഇൽമുൽ ഹദീസും കർമ്മശാസ്ത്രവും ഇൽമുൽ അഖീദയും എല്ലാം പഠിപ്പിക്കാൻ ആവശ്യമായവരെ വെക്കേഷൻ ക്ലാസുകൾക്ക് വേണ്ടി ഇവിടുത്തെ വലിയ മുദർരിസുമാരെ അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നാണ് ഒന്ന്. മറ്റൊന്ന്, സ്ഥിരമായി ആ നാടുകളിൽ ചെന്ന് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മുദർരിസുമാരെ, അതുപോലെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനും അറബി ഭാഷ പഠിപ്പിക്കാനും ആവശ്യമായ ആളുകളെ അയച്ചു കൊടുക്കണമെന്നാണ്. ചെച്നിയായാലും ദാഗിസ്ഥാനിലും ഇംഗൂഷിയായാലും അവിടെയെല്ലാം ഷാഫി മദ്ഹബുകാരാണ്. അതുപോലെ ഉസ്ബെക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഹനഫി മദ്ഹബുകാരാണ്. ഷാഫി കർമ്മശാസ്ത്രം പഠിച്ച ആളുകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതലായുള്ളത് ഷാഫി കർമ്മശാസ്ത്രം പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ലോകത്ത് തന്നെ മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂനൈ, കംബോഡിയ പോലുള്ള സ്ഥലങ്ങളിലും ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ, അതുപോലെ ഈ പറയപ്പെട്ട റഷ്യൻ രാജ്യങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇസ്ലാമിക പ്രബോധകന്മാർ കേരളത്തിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതാത് രാജ്യങ്ങളിലെ ഏതു രാജ്യങ്ങളിലെയും ഭാഷകൾ തീർച്ചയായും പഴയകാല പണ്ഡിതന്മാർ പഠിച്ചതുപോലെ നമുക്ക് പഠിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധം വീണ്ടും ആരംഭിച്ചതിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഈ അരീക്കോട് മജ്മഇലൂടെ സാധ്യമായിട്ടുള്ളത്. അന്ന് മതപഠനത്തിനോടൊപ്പം സ്കൂൾ പഠനം അഥവാ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളിൽ നിന്ന് നല്ല കുട്ടികളെ തെരഞ്ഞെടുത്ത് ദർസുകളിൽ പഠിക്കുന്ന കിതാബുകളെല്ലാം പഠിപ്പിക്കുന്നതോടൊപ്പം അന്നത്തെ പ്രീ ഡിഗ്രി സിസ്റ്റത്തിലെ ഹ്യൂമാനിറ്റീസ്, മാനുഷിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇവിടെ തുടങ്ങിയത്. അഥവാ ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും എല്ലാം പഠിക്കുന്നത്. പിന്നീട് അടുത്തൊരു ഘട്ടമായിരുന്നു കോമേഴ്സ് പഠനത്തിലേക്ക് മാറിയത്. കാരണം കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റും പഠിക്കുന്നതിലൂടെ ലീഡർഷിപ്പിലേക്ക് ആവശ്യമായ എല്ലാവിധ പരിശീലനവും അവർക്ക് ലഭിക്കുകയും, അൽഹംദുലില്ലാഹ് ഈ മജ്മഇന്റെ സ്ഥാപനത്തിൽ ആദ്യകാലം തൊട്ട് തന്നെ പഠിച്ച പണ്ഡിതന്മാർ ഇന്ന് കേരളത്തിന്റെ ഇസ്ലാമിക ദഅ്വാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പ്രതിഭകളായിട്ട് എത്രയോ പേര് നമുക്ക് കാണാൻ സാധിക്കും. അവർ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെ പതിവായുള്ള കോളമിസ്റ്റുകളായും പ്രഭാഷകരായും എല്ലാം കാണാൻ കഴിയും. ഒട്ടേറെ പേർ PhD എടുത്തവരുണ്ട്. ഏറ്റവും ഒടുവിൽ ഡൽഹിയിലെ ജാമിയ മില്ലിയയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസിൽ ആദ്യമായി PhD എടുത്ത ഒരു മത ബിരുദധാരി മൗലാന ഫാറൂഖ് സഖാഫി, അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്. ഈ സ്ഥാപനത്തെ പിന്തുടർന്ന് കേരളത്തിൽ ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്തയുടെ കീഴിൽ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന പേരിൽ 70ഓളം കോളേജുകള്, ഇതേ രൂപത്തിലുള്ള കോളേജുകൾ ഇന്നുണ്ട്. 25 വിദ്യാർത്ഥികളെയും 30 വിദ്യാർത്ഥികളെയും ഒരു വർഷം അഡ്മിറ്റ് ചെയ്ത 1500ഓളം വിദ്യാർത്ഥികൾക്ക് SSLC കഴിഞ്ഞ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ കോളേജുകളിലെല്ലാം വരുന്ന അഡ്മിഷനുകളിൽ വരുന്ന കുട്ടികളെ പരിശോധിച്ചാൽ അറിയാം, മുഴുവൻ A+ കിട്ടിയ കുട്ടികൾ തന്നെ ക്യൂ നിൽക്കുമ്പോ 25 പേരെ എടുക്കാൻ തീരുമാനിച്ചാൽ A+ മാത്രം വാങ്ങിയത് 30 കുട്ടികൾ ഉണ്ടാകുമ്പോ മാനേജ്മെന്റ് കുഴങ്ങുകയാണ് കുട്ടികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. അങ്ങനെയുള്ള നൂറുകണക്കിന് ഏറ്റവും പ്രതിഭാശാലികളായ ബ്രൈറ്റ് ആയിട്ടുള്ള മുതഅല്ലിമുകൾ കിതാബ് ഓതാൻ വേണ്ടി വരുന്നു എന്നത് ഈ ദഅ്വാ കോളേജ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഒരു മെച്ചമാണ്. നേരത്തെ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മറ്റ് അഡ്മിഷൻ എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവരെ ദർസിലേക്ക് പറഞ്ഞയക്കുക എന്ന മനോഭാവത്തിൽ നിന്നും മാറി ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡൻസിനെ ആകർഷിക്കാൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിച്ചു. കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ ഒരു ദഅ്വാ കോളേജിലെ വിദ്യാർത്ഥിയാകാൻ എനിക്ക് സാധിച്ചിരുന്നു. അന്ന് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി ആ കോളേജ് പൂട്ടിപ്പോയതാണ്. 1 വർഷം മാത്രമേ എനിക്കതിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം ഈ സ്ഥാപനം വന്നതിന് ശേഷം വളർന്നു വന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ, ഇന്ന് 70ഓളം സ്ഥാപനങ്ങൾ എത്തി നിൽക്കുന്നതിൽ അൽഹംദുലില്ലാഹ് ഏറ്റവും അവസാനമായി ഇപ്പോ സയൻസ് പഠിക്കാനുള്ള അവസരങ്ങളാണ് കുട്ടികൾ അന്വേഷിക്കുന്നത്. സയൻസ് പ്രൈവറ്റ് മേഖലയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. സയൻസ് പഠിപ്പിക്കുന്ന കോളേജുകൾ എന്ന് പറയുമ്പോൾ അത് +2 വരെ പഠിച്ച് പിന്നെ മറ്റെന്തെങ്കിലും പോകുന്ന അവസരങ്ങളാണ് ഉള്ളത്. അപൂർവമായി ചില ക്യാമ്പസുകളിൽ സയൻസ് കോളേജ് ഉള്ള സ്ഥലങ്ങളിൽ ആ കോളേജുകളിൽ നിന്ന് BSc കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചുകൊണ്ട് അതിനോടൊപ്പം കിതാബ് ഓതുന്ന അപൂർവം സാഹചര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് മർക്കസ് സഖാവത്ത് സുന്നയുടെ ഏറ്റവും നൂതനമായ പദ്ധതി
മർക്കസ് നോളജ് സിറ്റിയിലൂടെ സാധ്യമായിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും മോഡേൺ, ഏറ്റവും പരിഷ്കരിച്ച പതിപ്പാണ്. LLBയോടൊപ്പം ദഅവ കോളേജ്. മർക്കസ് നോളജ് സിറ്റിയിൽ ആരംഭിച്ച ലോ കോളേജിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിൽ ഇന്ന് 24 പ്രൈവറ്റ് ലോ കോളേജുകൾ ഉള്ളതിൽ കേവലം 2ാം വർഷത്തിലേക്ക് പ്രവേശിച്ച മർക്കസ് ലോ കോളേജ് ഏറ്റവും വലിയ റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. അവിടെ ഒരു ത്രിവത്സര കോഴ്സും ഒരു പഞ്ചവത്സര കോഴ്സുമുണ്ട്. ത്രിവത്സര കോഴ്സിൽ 80% മതബിരുദധാരികളായ ആലിമുകളാണ് പഠിക്കുന്നത്. പഞ്ചവത്സര കോഴ്സിൽ +2 കഴിഞ്ഞു വരുന്നവരാണ്. ഇനിയുള്ള വർഷം +1 ചേർന്ന് +2 പഠിച്ച് നഹവും കിതാബും എല്ലാം ഓതിയ മർഹലത്തുൽ ഊല, മർഹലത്തു മാ ഖബലൽ ബക്കാലൂരിയ കഴിഞ്ഞ കുട്ടികൾക്ക് നേരെ LLB പഠിക്കുന്നതോടൊപ്പം ദഅവ കോളേജിന്റെ കോഴ്സുകളും പഠിക്കാൻ സാധിക്കും. അവിടെ നടക്കുന്ന 2 കോഴ്സിന് ഈ വർഷത്തെ തന്നെ താരതമ്യ പഠനം നടത്തിയാൽ മതപണ്ഡിതന്മാരായി ചേർന്ന് പഠിക്കുന്ന, തലപ്പാവ് ധരിച്ച് നീളക്കുപ്പായമിട്ട് വക്കീലിന്റെ കോട്ടുമിട്ട് LLB പഠിക്കാൻ വരുന്ന ആ കോഴ്സിൽ പഠിക്കുന്നവരാണ് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിയിട്ട് തിളങ്ങുന്നത്. കാരണം മതപഠന രംഗത്ത് അവർക്ക് ലഭിക്കുന്ന ആ പ്രത്യേകമായ കോച്ചിങ്ങിലൂടെ ഏത് കടുപ്പപ്പെട്ട വിഷയങ്ങളെയും മനസ്സിലാക്കിയെടുക്കാൻ അതുകൊണ്ട് സാധിക്കുന്നു എന്നതാണ്. വക്കീൽമാരിവിടെ ഏറെ ആവശ്യമുണ്ട്. കാരണം ഈ രാജ്യത്ത് നിയമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും. 5 വർഷം കൂടുമ്പോൾ മാറി വരുന്ന മന്ത്രിമാർ അവരല്ല യഥാർത്ഥത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ജഡ്ജിമാരും അവരുടെ കീഴിൽ നിൽക്കുന്ന വക്കീൽമാരും അവർക്ക് ഉപദേശം കൊടുക്കുന്ന വലിയ ബാരിസ്റ്റർമാരും അവരാണ് നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വലിയ ചിന്തകൾ നടത്താൻ ആവശ്യമായ കഴിവുള്ള ആളുകൾ ഉണ്ടാവുക തന്നെ വേണം. ഇപ്പൊ ഈ അടുത്ത ദിവസം കേരളത്തിൽ ഓർഫനേജസ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിൽ മുഴുവൻ ഓർഫനേജുകളെയും വിളിച്ചു വരുത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകമായ ഓർഡർ നൽകിയിരിക്കുന്നത് മുഴുവൻ യതീംഖാനകളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അത് FIR ഇടുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്യും. അല്ലാത്ത ആ സ്ഥാപനം അധികൃതരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് വലിയ പിഴ ഈടാക്കുകയും ചെയ്യുമെന്നാണ്. ജുവനൈൽ ഹോമുകളുടെ കീഴിൽ വന്നാൽ എന്താണ് യതീംഖാനകളിൽ ചെയ്യേണ്ടത്? വാപ്പയില്ലാത്ത കുട്ടികളെ കൊണ്ടുപോയി സോഷ്യൽ വെൽഫെയറിൽ കൊണ്ടുപോയാണ് അപേക്ഷിക്കേണ്ടത്. അവിടുന്ന് അവർക്ക് ഇഷ്ടമുള്ള അനാഥാലയത്തിൽ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിന്റെയോ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാം. എന്നിട്ട് അവർ തരുന്ന കുട്ടികളെയാണ് എടുക്കേണ്ടത്. അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം അല്ല കേരളത്തിലെ യതീംഖാനകളിലുള്ളത്. പക്ഷെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഡൽഹിയിലിരുന്ന് നിയമം നിർമ്മിക്കുന്ന ആളുകളുടെ അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വലിയ ഭീമാബദ്ധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മതപണ്ഡിതന്മാർ പ്രത്യേകിച്ച് മതപരമായ വിഷയങ്ങൾ വരുമ്പോ മിറാസിനെ കുറിച്ച്, തലാഖിന്റെ വിഷയത്തിൽ, നിക്കാഹിന്റെ വിഷയത്തിൽ, ഖുതുബ പരിപാടിയുടെ വിഷയത്തിൽ, പലതിന്റെ വിഷയത്തിലും കേരളത്തിലെ കോടതികളിൽ കേസ് നടക്കാറുണ്ട്. പ്രമാദമായ കേസുകൾ നടന്നപ്പോ അതിലെ അറിയപ്പെട്ട വക്കീൽമാർ, പണ്ഡിതന്മാർ അവർക്കിരുന്ന് വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഇടത്തും വലത്തും നിന്ന് വാദിച്ചിട്ടാണ് കോടതിയിൽ അവര് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ തന്നെ അതിലൊരു പഠിച്ചതിന്റെ അപ്പുറത്തൊരു ഉപചോദ്യം വരുമ്പോ വക്കീൽമാർ അവർക്കതിന് മറുപടി പറയാൻ സാധിക്കുകയില്ല. അവിടെ ഒരു മതപണ്ഡിതനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വിഷയത്തെ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. ഒരിക്കല് മുസ്ലിം ഖബർസ്ഥാനിൽ ഖാദിയാനികളെ മറവ് ചെയ്യണം എന്നുള്ള ഒരു കേസുണ്ടായി. കോടതിയിൽ പറഞ്ഞു, ഖാദിയാനികൾ മുസ്ലിംകളല്ലേ, അവർ മുസ്ലിംകളല്ല എന്ന് ആഗോളതലത്തിൽ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ മുസ്ലിംകളുടെ എതിർഭാഗത്തു നിന്നുള്ള വക്കീൽ ചോദിക്കുന്നത്, ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആവുകയില്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇപ്പുറത്തുള്ള മുസ്ലിയാർ പറഞ്ഞു, എങ്കിൽ പിന്നെ വക്കീൽ തന്നെ മുസ്ലിം ആയില്ലേ? അയ്യോ, ഞാൻ മുസ്ലിം ആയിട്ടില്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വിഷയങ്ങൾ സമർത്ഥിച്ചു പറയാൻ ഒരു പണ്ഡിതന് തീർച്ചയായും സാധിക്കും. ഇപ്പൊ LLBക്ക് പഠിക്കുന്ന മതവിദ്യാർത്ഥികൾ പറയുന്നത്, കർമ്മശാസ്ത്രത്തിൽ പഠിക്കുന്ന പല വിഷയങ്ങളുടെയും ആധികാരികതയും പ്രായോഗികതയും കൃത്യമായി മനസ്സിലാക്കാൻ തന്നെ LLB പഠിക്കുന്നത് കൊണ്ട് സഹായകമാവുന്നു എന്നാണ്. അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ മർക്കസിന് കീഴിൽ ഈ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ്,
മെഡിക്കൽ കോളേജിലും അൽഹംദുലില്ലാ അവിടെയും ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് മെഡിസിനോടൊപ്പം ദീനീ വിദ്യാഭ്യാസം പഠിച്ച് അവർക്കിനി ഡോക്ടറും മതപണ്ഡിതനുമായി ഒന്നിച്ച് പുറത്തു വരാൻ സാധിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒട്ടേറെ ഇനി ഇൻഷാ അല്ലാഹ് കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വളർന്നു വരേണ്ടതുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപവൽക്കരണത്തോടു കൂടിയാണല്ലോ കേരള മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കരണമുണ്ടായത്. ഏറ്റവും നല്ല ഭാഷയിലും ഏറ്റവും നല്ല ശൈലിയിലും എളുപ്പമാർഗത്തിലൂടെ ഫിഖ്ഹും അഖീദയും മറ്റും പഠിക്കാനുള്ള സൗകര്യങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ മദ്രസകൾ, ഒട്ടേറെ മദ്രസകൾ ഈ സിലബസിലേക്ക് മടങ്ങി വരികയും ബഹുമാനരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഇരിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട അറബി ഭാഷയിൽ പഠിപ്പിച്ച് അത് തമിഴ് ഭാഷയിലും കന്നഡ ഭാഷയിലും അഥവാ തമിഴ്നാടിന്റെയും കർണാടകയുടെയും ഭാഷയിൽ, അതിനുശേഷം ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ അഥവാ ഇന്ത്യൻ മുസ്ലിങ്ങളിലെ 17% മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഉറുദു ഭാഷയിൽ ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടു. ഉറുദു മേഖലകളിൽ ഈ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ വ്യാപിച്ചു. ഹിന്ദി ഭാഷ മാത്രം സംസാരിക്കുന്ന മധ്യപ്രദേശിലെയും രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് വേണ്ടി ഹിന്ദി പാഠപുസ്തകങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ 35 മില്യൺ 3.5 കോടി മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗ്ലാ ഭാഷ. ബംഗ്ലാദേശിന്റെ പരിസരത്തുള്ള വെസ്റ്റ് ബംഗാളിലും ആസാമിലും ത്രിപുരയിലും മണിപ്പൂരിലുമെല്ലാമുള്ള മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ബംഗ്ല ഭാഷയിൽ ഇന്ന് നമ്മുടെ പാഠപുസ്തകം രചിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും 20-ൽ പരം സംസ്ഥാനങ്ങളിൽ ഇന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള പാഠപദ്ധതികൾ, മദ്രസകൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിലെ പണ്ഡിതന്മാർക്ക് സാധിച്ചത് ഈ ഒരു ദഅ്വാ കോളേജ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. ഏതു ഭാഷയിലും പഠിക്കാൻ അവർക്ക് ചെന്ന് പ്രബോധനം ചെയ്യാൻ സാധിക്കും. ഒരു ഭാഷ പഠിക്കുന്നത് കൊണ്ട് ഒരു ഭാഷ 2 ഭാഷ പഠിച്ചാൽ പിന്നെ മറ്റൊരു നാട്ടിൽ ചെന്ന് അവിടുത്തെ ഭാഷ പഠിക്കണമെങ്കിൽ കേവലം 15 ദിവസം മതിയാകും, അല്ലെങ്കിൽ 2 മാസം എന്തായാലും മതിയാകും. അങ്ങനെയുള്ള ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് കൂടുതൽ തലങ്ങളിലേക്ക് കടന്നു ചെല്ലാനും കയറി ചെല്ലാനും എല്ലാമുള്ള ഒരു അവസരമാണ് ഈ മാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇനിയും നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനത്തിന്റെയും ഇതിന്റെ പ്രവർത്തനങ്ങളിലും എല്ലാവിധ തൗഫീഖും ബറക്കത്തും ഉയർച്ചയും നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ വകയായി ഒരു ദഅ്വാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുകയില്ല. ഞാൻ കാണുന്നത് അത് പ്രബോധന രംഗത്തേക്ക് വരുന്ന കുട്ടികൾക്കുള്ളൊരു മോട്ടിവേഷൻ, ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായിട്ട് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന അവാർഡ്, അത് ഈ കേരളത്തിൽ നിന്ന് പുറത്തുപോയി പ്രവർത്തിക്കുന്ന മൗലാന ഷാഹുൽ ഹമീദ് ബാഖവി, അദ്ദേഹം ഈ വഴികളെല്ലാം വെട്ടിത്തുളച്ചതിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള അദ്ദേഹം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ഇപ്പൊ ഇവിടെ ഇൻഷാ അല്ലാഹ് ബോംബെയിലെ ഏറ്റവും വലിയ ഒരു പ്രഭാഷകനും വലിയ സംഘാടകനുമായ മൗലാന മുനാസിർ ഹുസൈൻ സാഹിബ് അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം പ്രവർത്തിച്ച വലിയൊരു വ്യൂഹം. ആ കൂട്ടത്തിൽ നമുക്കെന്തെങ്കിലും ഖിദ്മത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമും പ്രസ്ഥാനത്തിന്റെ വളർച്ചയും മാത്രമായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രചോദനം കൂടുതലായി ദീനീ ദഅ്വത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായി അല്ലാഹു അംഗീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും തൗഫീഖുകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.